സർ, ഈ കുംഭമേളയിലെ സ്നാനത്തെക്കുറിച്ച്, മുങ്ങിക്കുളിയെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഒരു പരിഹാസപൂർവമാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ചൈനയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചൈനക്കാർ നീന്തിക്കളിക്കുമ്പോൾ ഇവിടെ ഗംഗയിൽ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് ഇന്ത്യക്കാർ എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പാർലമെൻറ്റിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തിൽ പറയാൻ? നമസ്കാരം. എനിക്ക് വളരെ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ വഴി കയറി വന്നിട്ടുള്ള ഒരു നേതാവല്ല. അദ്ദേഹം നൂലിലിറങ്ങിയ ഒരു നേതാവാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ പഴയ SFIയുടെയും പാർട്ടിയുടെയും കൂടി നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. കോളേജ് സ്കൂൾ ലീഡർ, കോളേജ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞങ്ങൾക്ക് അന്ന് പ്രവർത്തിക്കുന്ന കാലത്ത് ഇതുപോലെ ബ്രിട്ടാസിനെ പോലെ ആൾ MP ആവുമെന്നൊന്നും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരാൾ MP ആവുമെന്ന് പറയുന്നത് പോലെ ആവുമെന്ന് സ്വപ്നം പോലും ഒന്ന് കാണാൻ പറ്റത്തില്ല. കാരണം അന്ന് അത്രയും മൂല്യാധിഷ്ഠിതമുള്ള, ആദർശാധിഷ്ഠിതമുള്ള, സമൂഹത്തെ പഠിക്കുന്ന, സമൂഹത്തെ വിലയിരുത്തുന്ന വിശ്വാസികളെയും അവിശ്വാസികളെയും യുക്തിവാദികളെയും മുക്തിവാദികളെയും ഭക്തിവാദികളെയും എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന പക്വതയുള്ള ആളുകളാണ് നേതാക്കളായി വളർന്നു വരുന്നത്. ഒരബദ്ധം EMS പോലും അങ്ങനെ അബദ്ധങ്ങളൊന്നും പറയുന്ന ആളല്ലല്ലോ. വിമർശനം പറയുന്നത് വേറെ, അബദ്ധം വേറെ. ഇത് ബ്രിട്ടാസ് എന്തിനു പറഞ്ഞതെന്ന് ബ്രിട്ടാസിനെ തന്നെ അറിയത്തില്ല. കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ, എന്താണ് പറയാമെന്നറിയില്ല. ലോകത്തിലെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം, ഇതിൻ്റെ ആത്മീയതയിലേക്ക് വരാം. ഞാൻ ഈ പറയുന്നത് BJP, സംഘ്, RSS ആ ലൈനിൽ പറയുന്നതല്ല. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ശക്തിയാവുമെന്നാണ് പറയുന്നത് ഇന്ത്യ. 5ാമത്തെ ശക്തിയായിട്ട് സാമ്പത്തിക രംഗത്ത് വളരുമെന്ന് പറയുന്നത്. AIക്ക് ഇന്ത്യയിലും ബഡ്ജറ്റിൽ ഒരുപാട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു, ഈ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച ഒരു രാജ്യമാണ്. എത്ര രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുത്തത്? അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഇന്ത്യ വളരെ മുന്നിലാണ്. ഹൈഡ്രജൻ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നിർമ്മിച്ചു തുടങ്ങിയല്ലോ. ഇപ്പോൾ വന്ദേ ഭാരതിന് ശേഷം, നമോ ഭാരതിന് ശേഷം ഹൈഡ്രജൻ ട്രെയിൻ വരെ നമ്മൾ നിർമ്മിക്കുന്നു. അപ്പം ലോകത്തെല്ലാ രാജ്യങ്ങളോടും കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ പോകുന്നു. മേക്ക് ഭാരത്, പിന്നെ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. അത് ഞാനിത് പറയുമ്പോൾ ഇത് ബ്രിട്ടാസിൻ്റെ രാഷ്ട്രീയം വേറെയും പിന്നെ BJP അല്ലാത്തതുകൊണ്ട് ഇനി BJPക്ക് സൈഡ് ചെയ്ത് പറയണം. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഞാൻ അവിടെ നിർത്തുകയാണ്. അവിടെ അത്രയും രാഷ്ട്രീയമല്ല, ഞാൻ പറഞ്ഞ ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ ശരി തെറ്റുകൾ ബ്രിട്ടാസും ചങ്കവും ചർച്ച ചെയ്തോട്ടെ. ഇതാണ് ഈ രാജ്യത്തെ അവസ്ഥ. രണ്ടാമത് കുംഭമേളയിലേക്ക് വരാം. എന്താണ് ഭാരതം എന്ന് പറയുന്നത്? ഭാരതം എന്ന് പറയുന്ന സ്ഥലം വാക്ക് തന്നെ, ഭാരതത്തിൻ്റെ വാക്ക് തന്നെ പ്രകാശം എന്നാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്, ഫാസാണ്. അതിൽ നിന്നാണ് ഭാരതം വരുന്നത്. പ്രകാശത്തിൻ്റെ നാടാണ്, അറിവിൻ്റെ പ്രകാശം. എന്താണ് ഇവിടുത്തെ പ്രകാശം? 1893 സ്വാമി വിവേകാനന്ദൻ, നമ്മുടെ നരേന്ദ്രൻ, ഭാരതത്തിൻ്റെ ആത്മീയ പുത്രൻ, ലോകത്തിന് സംഭാവന ചെയ്ത ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആത്മീയ പുത്രനാണ് അദ്ദേഹം. ചിക്കാഗോയിൽ ചെയ്തൊരു പ്രസംഗമുണ്ട്. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് വിളിക്കുന്നത്. ഒരു പരിചയമില്ലാത്തവരെ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. ഒരു യുവ സന്യാസി വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതെ, ഞങ്ങളെല്ലാവരും നീണ്ട കൈയടി. അപ്പോൾ അതിനുശേഷം അടുത്ത് പിന്നെ പറയുന്ന പുള്ളിയുടെ മുഴുവൻ പ്രസംഗവും ബ്രിട്ടാസ് ഇരുന്ന് സമയം പോലെ കേൾക്കണം. ഭാരതം എന്ന് പറയുന്നത് മതങ്ങളുടെ മാതാവിൻ്റെ നാടാണ്. അത് ആത്മീയതയുടെ വിളനിലമാണ്. ആരെ കണ്ടാലും തൊഴാനും കാലുതൊട്ട് വന്ദിക്കാനും, അമ്മമാരെ, പ്രായമുള്ളവരെ അമ്മയെന്ന്, സ്ത്രീകളെ അമ്മമാരുടെ, പ്രായമില്ലാത്തവരെയും, പ്രായമുള്ളവരെ നമ്മൾ അമ്മയെന്ന് വിളിക്കും, പ്രായം കുറഞ്ഞവരെയും, വളരെ കൊച്ചുകുട്ടികൾ ഒഴിച്ച് എല്ലാവരെയും അമ്മമാരെന്ന് വിളിക്കുന്ന, നാരീപൂജയുള്ള, പാദപൂജയുള്ള, പാദം തൊട്ട് നമസ്കരിക്കുന്ന വലിയൊരു സംസ്കൃതിയുടെ പരമ്പരയാണ് നമ്മൾ. അതെ, വലിയ സംസ്കൃതിയാണ് ഇവിടെ ഉള്ളത്. അപ്പം പിന്നെ വേറെ അങ്ങനെ ഉണ്ട്. അത് സനാതനധർമ്മം, വേദസംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇരുണ്ട യുഗത്തിൽ 19ാം നൂറ്റാണ്ടിലെയും 18ാം നൂറ്റാണ്ടിലെ 19ാം ഇരുണ്ട യുഗം, ലോകം മുഴുവൻ ഇരുണ്ട യുഗമായിരുന്നു. അതോടെ മനസ്സിലാക്കുക. അമേരിക്കയിൽ അടിമത്തം ഉണ്ടായിരുന്നു, കാളകളെ പോലെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. അപ്പാർത്തൈഡ്, ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ 30ഓളം രാജ്യങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഇരുണ്ട യുഗമായിരുന്നു. മനുഷ്യനെ മനുഷ്യരായി കാണുന്ന യുഗമായിരുന്നില്ല. അതുപോലെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ജാതി, മത, വർഗവർണ്ണ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതല്ല പക്ഷേ ഭാരതം. ഇവിടെ നളന്തയും തക്ഷശിലയും എന്തെല്ലാം ഉണ്ടായിരുന്ന നാടാണ്. കാന്തല്ലൂർ ശാലയും ഒക്കെ ഉണ്ട്. വളരെ വലിയ ജ്ഞാനവും വിജ്ഞാനമുള്ള ഒരു നാടാണ്. അപ്പോൾ ഇവിടെ ആദ്യം വന്നവർ, അപ്പോൾ ഇപ്പോൾ അതാണല്ലോ വേറൊരു വാദം. കുറച്ച് ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതന ധർമ്മക്കാരും കൂടെ ഉള്ളവരല്ല, അവരും വന്നവരാണ്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞ് പുതിയ പഠനങ്ങളും പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിയായിരിക്കാം എന്ന് ഞാൻ വാദത്തിന് വേണ്ടി തർക്കിക്കുന്നില്ല, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. ആദ്യം വന്നതാരാ? ഈ വേദവും സംസ്കൃതിയൊക്കെ ഉണ്ടാക്കിയവരാണല്ലോ. പിന്നെ വന്നവരാണല്ലോ ബാക്കി വന്ന മതക്കാരെല്ലാം. പിന്നെ വന്നവരാണല്ലോ, ക്രിസ്ത്യാനികളായാലും മുസ്ലിംസായാലും പിന്നെ വന്നവരാണ്. പിന്നെ വന്നവർ വന്നപ്പോൾ അവർക്കിവിടെ എന്ത് വിധിച്ചു കൊടുത്തു? പായും പരമ്പും എല്ലാം വിധിച്ചു കൊടുത്തവരാണ് ഈ സനാതന ധർമ്മക്കാർ. അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അന്യമതത്തെ സ്നേഹിക്കാൻ, അന്യമതക്കാരെന്ന് കാണാത്തത് കൊണ്ടാണ്.
ലോകം മുഴുവൻ ഒന്നാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഏത് മതത്തിൽ വിശ്വസിച്ചവർ വന്നപ്പോഴും സ്വീകരിച്ചതും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും. തിരുവനന്തപുരം പാളയം പള്ളിയുടെ അടുത്താണ് ഗണപതി ഭവൻ ഇരിക്കുന്നത്, ക്രിസ്ത്യൻ പള്ളി ഇരിക്കുന്നത്. എങ്ങനെ ഇത്രയും സാഹോദര്യത്തോടുകൂടി ഇരിക്കുന്നു? എന്തുകൊണ്ട് തർക്കം ഉണ്ടാക്കിയില്ല? ആരും തർക്കം ഉണ്ടാക്കിയില്ല. ആരുമല്ല, ഹിന്ദുക്കൾ തർക്കം ഉണ്ടാക്കിയില്ല. കാര്യം അവിടെ ആദ്യം വന്ന അതല്ലേ. അവരെന്തേ തർക്കം ഉണ്ടാക്കിയില്ല. തൊട്ടടുത്ത് ഇങ്ങനെ മുസ്ലിം പള്ളി വരുമ്പോൾ അവർ തർക്കം ഉണ്ടാക്കിയില്ലല്ലോ. ചേരമാൻ പള്ളിയെ കൊടുത്തതാരാ? ചേരമാൻ പള്ളി പണിതത് ഏത് രാജാവാണ് കൊടുത്തത്. രാജാവ് പള്ളിക്ക് കൊടുത്ത സ്ഥലങ്ങൾ കൊടുത്തത് പോട്ടെ, ക്ഷേത്രത്തിന് വച്ചിരുന്ന ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന ഈ സ്വർണവും തടിയൊക്കെ കൊടുത്തത് പോട്ടെ, വേറെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ഹിന്ദു സ്ത്രീകളെ കൊടുത്തു. അറബികൾക്ക് സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് രാജസദസ്സ് പോലെ സദസ്സ് വിളിച്ചിട്ട് നായർ, നമ്പൂതിരി, ഈഴവ തുടങ്ങിയ സമുദായങ്ങളിൽപ്പെട്ട സ്ത്രീകളെ പുരുഷന്മാരുടെ കൂടെ അനുവാദത്തോടുകൂടി ആർക്ക് കൊടുത്തു? അറബികൾക്ക് കൊടുത്തു. അത്ര വലിയ രാജ്യമല്ലേ ഇത്? ആ സംസ്ഥാനത്ത്, ആ രാജ്യത്ത് നിന്നിട്ടാണ് കുംഭമേളയെ അധിക്ഷേപിക്കുന്നത്. ഇത് കുംഭമേളയുടെ നാടാണ്, ഉത്സവങ്ങളുടെ നാടാണ്. നമ്മളിപ്പോൾ കേരളം എടുത്തോളൂ, പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം ഉള്ള നാടല്ലേ. പക്ഷേ നിങ്ങൾ ആ തിരിച്ചെന്നെടുക്കൂ, പാറശാല മുതൽ കളിക്കവളം മുതൽ കാസർഗോഡ് എടുത്ത് നോക്കൂ. ഓരോ പഞ്ചായത്തിലും എന്തുണ്ട്, ഓരോ വാർഡിലും എന്തുണ്ട്? ഉത്സവം. അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ഓരോ വാർഡിലും പള്ളിയുണ്ട്, അമ്പലമുണ്ട്. ഉത്സവങ്ങളുടെ നാടാണിത്. ദുർഗാപൂജ, ബംഗാളിലെ ദുർഗാപൂജയിൽ ഒരു പണി ചെയ്തായിരുന്നു അവർ. എന്താണെന്നറിയാം? ഒരിക്കൽ ദുർഗാപൂജ പോയപ്പോൾ അതിൻ്റെ ഒരു പട്ടം പോകും, ദേവിയുടെ വിഗ്രഹം പോകും. അതിനകത്തൊരു അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചായിരുന്നു. ഇതൊന്നും ആർക്കും അറിഞ്ഞൂടെ ചരിത്രത്തിൽ. ഒരു പൊട്ട് പോലെ ജനകോടികൾ കാണുന്നതല്ലേ. അന്ന് തുടങ്ങിയ നാശം. പിന്നെ അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല. ഞാൻ ദൈവം പറഞ്ഞതല്ല, ദുർഗാദേവി ചതിച്ചു എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെയൊന്നും വീഡിയോ പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ചെയ്ത ഒരു പ്രവൃത്തി, നടന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. അല്ലാതെ അതുമല്ല ഇതിന് കാരണം. ഇപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? സനാതനധർമ്മം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, വിശ്വാസം, ഏത് ഭരണഘടന പോലും എല്ലാത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ. അടുത്ത വർഷം അതല്ലേ, അടുത്ത വർഷം പോപ്പ് വരും എന്നാണല്ലോ പറയുന്നത്. 26-ൽ പോപ്പ് വരുമെന്നാണ്. പോപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രിട്ടാസ് പോവുമോ? എത്ര കോടി രൂപയായിരിക്കും ഇന്ത്യ ഗവൺമെൻറ് ചിലവ് വരുന്നത്? ഡൊണാൾഡ് ട്രംപിനേക്കാൾ വലിയ സുരക്ഷിതത്വം കൊടുക്കണ്ടേ പോപ്പിന്? തീർച്ചയായിട്ടും. അതേ ആത്മീയ ആചാര്യനല്ലേ ലോകത്തിൻ്റെ. അതെ, വലിയൊരു വിശ്വാസ സമൂഹത്തിൻ്റെ ആളല്ലേ. അദ്ദേഹം വരുമ്പോൾ വെറുതെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ വാഹനം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, എല്ലാ കാര്യവും ഏറ്റവും എലൈറ്റ് ആയിരിക്കൂലേ. എത്ര കോടിയായിരിക്കും ഭാരതം ചിലവാക്കേണ്ടി വരുന്നത്? അതെ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കത്തില്ലേ? എല്ലാ പള്ളികളിലും പ്രാർത്ഥന ഉണ്ടാവില്ലേ? അപ്പോൾ എന്താ പറയുന്നത്? പോപ്പ് വരണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഈ ചൈനയെക്കുറിച്ചാണല്ലോ പുള്ളി ആവേശപ്പെടുന്നത്. ടിയാൻമെൻ സ്ക്വയറിൽ 10 പിള്ളേർ സമരം ചെയ്തപ്പോൾ അവരെന്താ ചെയ്ത്? ഇപ്പോൾ കോവിഡ് അവിടെ നടന്നല്ലോ, ഇദ്ദേഹം ജേർണലിസ്റ്റാണല്ലോ, ഒരു 10 വാർത്ത പോയി എടുത്തുകൊണ്ട് വരട്ടെ അവിടെ പോയിട്ട്. ഇതിപ്പോൾ നടപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അറിവുമില്ല, നിൽക്കുന്ന നിലപാട് തറയും അറിയത്തില്ല, മണ്ണും അറിയത്തില്ല, അങ്ങ് പറയുകയാണ് കാര്യങ്ങൾ. കുംഭമേളയുടെ തത്വം എന്താണെന്ന് പുള്ളിക്കറിയാവോ? അസുരന്മാരും ദേവന്മാരും എന്താണെന്നറിയാവോ? ഈ കാലഘട്ടത്തിൽ അസുരന്മാരാരെന്നറിയാവോ? ഈ കാലഘട്ടത്തിലെ ദേവന്മാരാരെന്നറിയാവോ? അസുരദേവ ഗുണം എന്താണെന്നറിയാവോ? എന്താണ് ഇതിൻ്റെ കഥയെന്നറിയാവോ? കഥയായിക്കോട്ടെ, ഈ കഥ എന്താണെന്നറിയാവോ? എന്താണ് ഇതിൻ്റെ സങ്കല്പം എന്നറിയാവോ? എന്തിനാണ് 144 വർഷത്തിലൊരിക്കൽ ഇത് മഹാകുംഭമേള നടത്തുന്നത്? 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തുന്നു. 144, 12 144 വർഷം കൂടുമ്പോൾ ഒരു പുരുഷായുസിൽ ഒരാളിനെ കാണാൻ പറ്റാത്തതാണെന്നേ. അപ്പോൾ അവർ ഒന്നിച്ച് കൂടുമ്പോൾ അവിടെ പോയി ഞാൻ സന്തോഷം പങ്കുവെക്കുകയല്ലേ ചെയ്യേണ്ടത്? അവിടെ കുറച്ച് സന്യാസിമാർ വരുന്നു. ആരാണ്? കുറച്ച് നാഗസന്യാസിമാർ. ഈ 50 കോടി ആളുകളോട് വരുന്നു. 50 കോടി നാഗസന്യാസിമാരല്ലല്ലോ. അല്ല, മഹാഭൂരിപക്ഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും പോകാൻ പാടില്ല. കാരണം എന്തെന്നാൽ ഈ നാട് ആരുടേതാണ്? എല്ലാവരുടേതല്ല, ആത്മീയക്കാരുടേതാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു സമയം പോകാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമില്ല. വേറെ രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറ്റൂലല്ലോ, പറ്റില്ല. കുംഭമേള ആഘോഷിച്ച്, ഉത്സവങ്ങൾ ആഘോഷിച്ച് ഹിന്ദുവിന് വേറെ രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ബ്രിട്ടാസിന് പറ്റും, ജോൺ ബ്രിട്ടാസിന് പറ്റും. അദ്ദേഹം മതവിശ്വാസമാണെങ്കിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് മതവിശ്വാസമുണ്ട്. ഇനി മതത്തിലൊന്നും പുള്ളി വിശ്വസിക്കുന്നതിലേ പറ്റിയ രാജ്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. ഫിൻലാൻഡ്, അവിടെയൊക്കെ എന്തില്ല? മതവും രാഷ്ട്രീയവും മതവും ദൈവമൊന്നുമില്ല. സുഖമായിട്ട് പുള്ളിക്ക് പോയി താമസിക്കാം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകണമെന്ന് പറയരുത്, നമ്മൾ സനാതനക്കാർ പോകണമെന്ന് പറയരുത്. കാരണം ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലം ഇല്ല. ഞങ്ങൾ ഗതികെട്ടവരാണ്. 2000 വർഷം ഇവിടെ, 700 വർഷം ഒരു വിഭാഗം, പിന്നെ അങ്ങനെ തുടങ്ങി 200 വർഷം ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, അങ്ങനെ 2000 വർഷം ക്ഷേതമേറ്റിട്ടും 2000 വർഷമാണ് ക്ഷേതമേറ്റത് ഭാരതത്തിൽ. ലോകത്തെല്ലാവരും റെഡ് ഇന്ത്യൻസിനെ അടിച്ചു മാറ്റി അമേരിക്ക ഉണ്ടാക്കിയതാരാണ്? യൂറോപ്പുകാരാണ്. ലോകം മുഴുവൻ യൂറോപ്പുകാർ പോയി ആ രാജ്യത്തെ മാറ്റി മറിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പം കൊണ്ടുവന്നു, പുസ്തകങ്ങൾ കൊണ്ടുവന്നു, പാഠശാലകൾ കൊണ്ടുവന്നു, വിദ്യാലയങ്ങൾ കൊണ്ടുവന്നു, പള്ളിക്കൂടങ്ങൾ കൊണ്ടുവന്നു.
ആതുരാലയങ്ങൾ കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്നിട്ടും ഇന്ത്യയിലെ ദരിദ്ര കോടികളെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാറ്റാൻ കുറച്ചുപേര് മാറി, കുറച്ചുപേര് തിരിച്ചും വന്നു, കുറച്ചുപേര് മാറി. പക്ഷെ മഹാപുരുഷത്തിനെ തൊടാൻ പറ്റിയില്ല. അവർ മാറിയില്ല. അവർ കെട്ടിപ്പിടിച്ച് കിടന്നത് ഇവിടുത്തെ വിഗ്രഹങ്ങളെയും അമ്പലങ്ങളെയും ഈ സനാതന ധർമ്മത്തെയുമാണ്, ഈ സത്യസന്ധതയാണ്, ഈ ജീവിതത്തെയാണ്. ലോകത്തിലെ ആരെയും സഹോദരന്മാരെന്ന് വിളിക്കാൻ കഴിയുന്ന, അമ്മയെന്ന് വിളിക്കാൻ കഴിയുന്ന, ലോകത്തിലെ സകലതിനെയും, പ്രപഞ്ചത്തിലെ സകലതിനെയും ഈശ്വരനായി കാണുന്ന, എല്ലാറ്റിലും ഈശ്വരത്വം കാണുന്ന, ഞാനും ഈശ്വരനാണ്, നിങ്ങളും ഈശ്വരനാണ്, ബ്രിട്ടാസും ഈശ്വരനാണ്. സനാതന ധർമ്മത്തിൽ ബ്രിട്ടാസും ഈശ്വരൻ, അതുകൊണ്ടാണ് എല്ലാ ആളുകൾ തൊഴുന്നത്. അപ്പം സകലപരും ഈശ്വരനാണെന്ന് പറയുന്ന, ജീവനുള്ളതും ജീവനില്ലാത്തതും, ഈ മേശയും കസേരയും മൊബൈലും സകലതും ആധുനിക ചിന്ത വെച്ച് നോക്കൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാറ്റർ, എനർജി, സ്പേസ്, ഇത് മൂന്നല്ലേ ഉള്ളൂ ആധുനിക ശാസ്ത്രത്തിൽ. മാറ്റർ, എനർജി ആൻഡ് സ്പേസ്, ഇത് മൂന്നല്ലേ ഉള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. രൂപപ്പെടുക, കുറച്ചുകാലം നിൽക്കുക, സംഹരിക്കലല്ല, രൂപം മാറുക എന്നാണ് എൻ്റെ വാദം. രൂപം മാറി അടുത്ത രൂപത്തിലേക്ക് പോകും. അതെ, ഇതല്ലേ ഉള്ളൂ ഇവിടെ. ആറ്റം നോക്കി ഭൗതികക്കാർ ഇടിച്ചിടിച്ച് പോയി എവിടെ പോയി നിൽക്കുന്നു? ഇപ്പോൾ ആറ്റവും കഴിഞ്ഞ് പോയി അവസാനം എവിടെ പോയി? എന്താണെന്ന് ഇൻഫിനിറ്റിയിൽ പോയി നിൽക്കുകയാണ്. അതെ, ഭൗതികക്കാർ കടന്ന് അവർക്കറിയില്ല ഇപ്പം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ പോയി നിൽക്കുകയാണ് എല്ലാവരും. ഐൻസ്റ്റീൻ പറഞ്ഞ എന്താണ്? എനിക്ക് ഭാരതത്തെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സ്റ്റീവൻ ഹോക്കിൻ പറഞ്ഞ എന്താണ്? ഞാനീ കണ്ടുപിടിച്ചതിനപ്പുറം എന്തോ ഈ പ്രപഞ്ചത്തിലുണ്ട്, എനിക്കതറിയില്ല എന്ന് പറയുന്ന ഒരു വലിയ നാടാണിത്. ആ നാട്ടിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ 50 കോടി ആളുകൾ, 50 കോടി എന്ന് പറയുന്നത് 5 കോടി എന്ന് വയ്ക്കുക, ഈ 50 കോടി എക്സാജറേഷൻ എന്ന് വയ്ക്കുക, 5 കോടി ആളുകളെങ്കിലും അവിടെ പോകുന്നുണ്ടല്ലോ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നില്ലേ? അവരെ 2 കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ആ ഉത്സവ കമ്മിറ്റിയിൽ കയറുകയല്ലേ വേണ്ട പുള്ളി? ഇനി ഒരു കാര്യം ലാസ്റ്റ് പോയിന്റ്, ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനം എടുത്തല്ലോ, ഈ വർഷത്തെ കരട് രേഖയിൽ എന്താണ്? ഉത്സവ കമ്മിറ്റികളിൽ കയറാൻ പറ്റാൻ. അപ്പോൾ ഈ ബ്രിട്ടാസ് എന്ത് ചെയ്യും? ഇപ്പോൾ ഉത്സവ കമ്മിറ്റിയിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ മിക്കവാറും ഈ പ്രയാഗ് കമ്മിറ്റി അടുത്ത കുംഭമേളയ്ക്ക് എന്തായാലും അദ്ദേഹം ഉണ്ടാവില്ല. 12 വർഷത്തിൽ ഒരിക്കലുള്ളിൽ പുള്ളി കാണുമായിരിക്കും. പുള്ളി അതിൻ്റെ ചെയർമാൻ ആവുമായിരിക്കും ആഘോഷ കമ്മിറ്റിയുടെ. എന്താണ് ഇവർ നടക്കുന്നത്? എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ വളരെ ഗൗരവമായി ബ്രിട്ടാസ് നിൽക്കുന്ന സ്ഥലം, നിൽക്കുന്ന പ്രദേശം, അവിടുത്തെ ജനത, അവരുടെ ചിന്തകൾ, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ധർമ്മങ്ങൾ എല്ലാം പഠിക്കുന്നത് നന്നായിരിക്കും. വിവരക്കേടുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ് വിവരമുള്ളവരുടെ ഏറ്റവും വലിയ വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.